മക്കളെ ഹായ്, ഗുഡ് ഈവനിങ്. യെസ് മക്കളെ, അപ്പോ നോക്കിയേ, എന്നെ പരിചയമുള്ള കുറച്ച് മക്കൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവരാരൊക്കെയാണെന്ന് ഞാൻ നോക്കിയപ്പോ അവർ ഇങ്ങനെ കണ്ണൊക്കെ വീഴ്ചിങ്ങനെ ഇരിപ്പുണ്ട്. ശരി, അതൊക്കെ നമുക്ക് കഥയൊക്കെ പറയാം കേട്ടാ. അപ്പോ അതെ, നിങ്ങളുടെ പഴയ സുനിൽ സാർ തന്നെയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, പുതിയ മക്കൾക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സുനിൽ എന്നാണ് കേട്ടോ. SULIL, സുനിൽ അല്ല, സുനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. പിന്നെ നമ്മളുടെ വിഷയം, എൻ്റെ വിഷയം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം എന്നുള്ളത് ഇംഗ്ലീഷാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ വർഷത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോവാം കേട്ടോ. എൻ്റെ കൂടെ നിന്നാൽ മതി. ക്ലാസ്സുകളൊക്കെ ഒന്ന് മിസ് ചെയ്യാതെ ക്ലാസ്സിലൊപ്പം കൂടി നിന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ലാസ്റ്റ് പോയാൽ മതി. ഓക്കെ, പിന്നെ ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ? ടീച്ചറും ശ്രീനാഥ് സാറൊക്കെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെയൊക്കെ അനുസരിക്കുകയാണെങ്കിൽ നോക്കിക്കോ, അടുത്ത വർഷം, അതായത് ഈ വർഷം നിങ്ങൾ 9ാം ക്ലാസ്, അടുത്ത വർഷം നിങ്ങൾ 10ാം ക്ലാസ്. ആ 10ാം ക്ലാസിന്റെ റിസൾട്ട് നമ്മൾ ഗംഭീര റിസൾട്ട് ആക്കി മാറ്റും. ഇപ്പോഴേ തുടങ്ങണം കേട്ടോ, ഇത്രയുള്ള പരിപാടി. അപ്പോ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ മക്കളൊക്കെ ജോയിൻ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എടുക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും, കഴിഞ്ഞ കൊല്ലത്തെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഓരോ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ഞാൻ അയച്ചു തരാറുണ്ട് അല്ലേ? അപ്പൊ അതേപോലെ ഈ വർഷവും എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ എല്ലാം കേട്ടോ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. ദാറ്റ് മീൻസ് ആ ചാപ്റ്ററിന്റെ കഥ അല്ലെങ്കിൽ ആ കവിത അത് വിവരിച്ചുകൊണ്ടുള്ള, അതിനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള, സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ മക്കൾ അത് കാണണം. അതിനുശേഷമായിരിക്കും അതിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ നേരിട്ട് നമ്മളുടെ ഇന്ററാക്റ്റീവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ആ ചാപ്റ്ററുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു, ആ ചാപ്റ്ററിലെ കഥയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരുകയും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സാർ ഒരു 10 മാർക്കിന്റെ എക്സാം ഇടും. അപ്പൊ അന്ന് എല്ലാ മക്കളും 10ൽ 10 വാങ്ങിച്ചിരിക്കണം. കാരണം അത്രയും സിമ്പിൾ കാര്യമേ ഞാൻ ഇടുള്ളൂ. അപ്പൊ അത് വാങ്ങിച്ചൂടെ എല്ലാവർക്കും? വാങ്ങിക്കുന്നുവെങ്കിൽ എല്ലാവരും തമ്പ് കാണിച്ചേ, ഡബിൾ തമ്പ് കാണിച്ചേ. വാങ്ങിക്കുമെങ്കിൽ യെസ്, എനിക്കറിയാം, വാങ്ങിച്ചിരിക്കണം കേട്ടോ. അപ്പോ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് തുറന്നു നോക്കിയോ? ഇംഗ്ലീഷ് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല കുറെ പേർക്ക്. ഓക്കെ, അതിപ്പോ അടുത്ത ദിവസം തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടും കേട്ടോ. അടുത്ത ദിവസം കിട്ടിയിരിക്കും. അപ്പോ അതൊക്കെ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമുള്ള നിങ്ങളുടെ 9ാം ക്ലാസ്സുകാരുടെ ടെസ്റ്റ് ഒക്കെ അങ്ങോട്ട് മാറിയത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കേട്ടോ. അപ്പൊ 2 വർഷമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അധ്യാപകർ കേട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോ പുതിയ ടെക്സ്റ്റാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിന് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന 9ാം ക്ലാസ്സിലേക്കാളും കുറച്ചുകൂടി ഈ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ഡെപ്തും ഒരു അർത്ഥവും മീനിങ്ങും തീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ 9ാം ക്ലാസ്സിലേക്കൊക്കെ ഇപ്പോഴത്തെ 9ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയവും എല്ലാ സബ്ജക്റ്റുകാരും പറയും എന്താണ്, ഈ 9ാം ക്ലാസ് ഇത്തിരി കട്ടിയാണ്, ഇത്തിരി ടഫാണ്, 10നേക്കാൾ ആക്ച്വലി ടഫാണെന്ന് പറയും. ശരിയാണ് കേട്ടോ. നിങ്ങളുടെ ചാപ്റ്റേഴ്സിലൊക്കെ നല്ല കിടിലൻ കഥകളും, ചിലതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 9ാം ക്ലാസ്സിന്റെ ഒരു റീച്ചിനേക്കാൾ കുറച്ച് കൂടിയ ചില തോട്ട്സ് ഒക്കെ തരുന്ന ചില കഥകളൊക്കെയാണ് കേട്ടോ. അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് അതിനകത്ത്. അടിപൊളി കഥ, സൂപ്പർ കഥയാണ് കേട്ടോ. ഇല്ല, നല്ല രസമുള്ള കഥയാണ്. ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതിയല്ല, നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ കഥയൊക്കെയാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഒരു കിടില യൂണിറ്റാണ് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് ഒരു കിടില യൂണിറ്റാണ്. ഞാൻ ആദ്യം ആ കഥകളൊക്കെ വായിച്ചപ്പോ ശരിക്കും ഭയങ്കര ത്രില്ഡ് ആയിപ്പോയി. അങ്ങനത്തെ 1-2 കഥയും ഒരു പോയൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? പേരെന്താണ്? ഒരാളൊന്ന് എഴുതിയട്ടെ, ഇന്ററാക്ട് ചെയ്യട്ടെ. വന്നേ ശാരദ. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ, എങ്ങനെയുണ്ട്? പുതിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് വായിച്ചു നോക്കിയാ? ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് അടിപൊളിയാണ്. എന്താണ് പേര്? Hours and years അല്ലേ? അതിനർത്ഥം എന്താണ്?
മണിക്കൂറും വർഷങ്ങളും. മണിക്കൂറുകളും വർഷങ്ങളും അല്ലെ? മണിക്കൂറുകളെയും വർഷങ്ങളെയും രണ്ടും ടൈമിന്റെ യൂണിറ്റ് അല്ലേ? ടൈം അളക്കാൻ വേണ്ടിയുള്ള യൂണിറ്റ് അല്ലേ? അവേഴ്സ് എന്ന് പറയുന്നത് മണിക്കൂറുകൾ, ടൈം അളക്കുന്നു. 60 മിനിറ്റ് ഒരു അവർ. ഇയേഴ്സ് എന്ന് പറയുന്നത് ടൈം അളക്കാനുള്ള യൂണിറ്റ് തന്നെയാണ്. നമ്മൾ 12 മന്ത്സ് കൂട്ടിക്കഴിയുമ്പോൾ ഒരു ഇയർ ആവും. അങ്ങനെ നമ്മൾ അതൊരു വലിയ യൂണിറ്റ് ആണ് ഇയർ എന്ന് പറയുന്നത്. പക്ഷെ അവർ എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റ് ആണ് അല്ലെ? അല്ലടാ, സംതിങ് റിലേറ്റഡ് ടു ടൈം. അതാണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത. ടൈമിന്റെ പല ടൈപ്സ് ഓഫ് ടൈംസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ടൈം എക്സ്പീരിയൻസസ്, അതാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ചില സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു യൂണിറ്റിലുള്ളത്. ഫസ്റ്റ് സ്റ്റോറി തന്നെ എടുത്തോ. ഫസ്റ്റ് സ്റ്റോറി എന്താണെന്നറിയോ? എന്റെ പേരെന്താണ്? വേറെ എടുത്തേ. ഓ, കിടിലൻ സ്റ്റോറി. ഫസ്റ്റ് സ്റ്റോറി ആദർശേ. യെസ് ആദർശേ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോ, എന്താണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോറി? ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പകുതി ദിവസം. പകുതി ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 12 മണിക്കൂർ. ഓ, അത് കറക്റ്റ് ആണ്. 12 മണിക്കൂർ. 12 മണിക്കൂർ എന്ന് പറയുമ്പോ എത്ര മിനിറ്റാ? കൂടുതൽ ടഫാകട്ടെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60. സോ 12 മണിക്കൂർ എത്ര മിനിറ്റാ? 360 മിനിറ്റ്. എന്റെ അമ്മേ, 12 മണിക്കൂർ ഇൻറ്റു 60. അപ്പൊ ശരിയാവില്ലേ? 12 ഇൻറ്റു 60 ശരിയാവില്ലേ? അത്രയും മതി, ഗുണനം മാത്രം മതി. നമുക്ക് സമം എത്ര കിട്ടിയെന്നൊന്നും അറിയണ്ട. അതിന് ഉത്തരം എങ്ങനെയാണ്? 12 ഇൻറ്റു 60 കേട്ടാ. അത്രയും മിനിറ്റുകളാണ് ഈ പറയുന്ന ഒരു അര ദിവസം, ഹാഫ് എ ഡേ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ടൈമിനെ പറ്റിയുള്ള, ടൈം കാൽക്കുലേഷനെ പറ്റിയുള്ള ഭയങ്കര വിചിത്രമായ സ്ട്രേഞ്ച് ആയിട്ടുള്ള ചില കഥകളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അതില് ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സയൻസ് ഫിനോമിനൻ ആയിട്ടുള്ള ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കുറച്ച് സയൻസ് ഫിക്ഷൻ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് ഉണ്ടോ? പറയാമോ? ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നത് കൈവിശി കാണിച്ചേ. ടൈം ഡയലേഷനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. യെസ്, അവിടെ നമുക്കറിയാം. കൈവീശുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ പയ്യനുണ്ട് ഇവിടെ. ആരാണ്? ദേവനന്ദല്ലേ നേരത്തെ വന്ന് വന്നെ. അത് തന്നെ, ദേവനന്ദൻ. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ? നല്ലായിരുന്നു. അടിപൊളി. നല്ലായിരുന്നു. എന്താണ് അതിനകത്തൊരു പ്രശ്നം ഉണ്ടല്ലോ? നല്ലായിരുന്നു. പറച്ചിൽ തന്നെ എന്തുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ? പല പല സംഭവങ്ങൾ ഉണ്ടാവൂടാ നമ്മളുടെ ഈ ലൈഫില്ലേ. ഇത് നമ്മൾ പഠിക്കാൻ പോണ കഥയിൽ തന്നെ അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കില്ല. ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ നടക്കും. ദാറ്റ് ഈസ് ലൈഫ്. അതിനാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ? വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കും, നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും. വെരി ഡിഫറെന്റ്, സ്ട്രേഞ്ച്. ദാറ്റ് ഈസ് കോൾഡ് ലൈഫ്. അതാണ് ലൈഫിന്റെ ഭംഗി കേട്ടാ. അപ്പോ മോഹൻലാൽ പറയണ പോലെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുക. വേദനയൊക്കെ ആസ്വദിക്കണ്ടേ മക്കളെ എന്നൊക്കെ മോഹൻലാൽ പറയണ പോലെ അല്ലേ? എല്ലാം ആസ്വദിക്കുക എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ശരി, നമ്മള് പുതിയ ചാപ്റ്ററെ പറ്റിയല്ലേ പറയുന്നത്? ഹാഫ് എ ഡേ അല്ലേ? നീ ടൈം ഡയലേഷനെ പറ്റി പറയാമെന്നല്ലേ എന്നോട് പറഞ്ഞ? എല്ലാവരും കേട്ടെ. ടൈം ഡയലേഷൻ എനിക്ക് പറഞ്ഞുതരാം, പക്ഷെ ഇത് കറക്റ്റ് ആണ് അറിഞ്ഞൂടാ. ഇല്ല, കാരണം അത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന് പറഞ്ഞുതരാൻ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കില്ല. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ ടൈമിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ഈ പാസ്റ്റും പ്രസന്റ് ഒക്കെ സ്വിച്ച് ചെയ്ത് അങ്ങനെ ഇതാക്കുന്നില്ലേ? യെസ്, അത് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിലായി. സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടാവുള്ള പറയണേ. മക്കൾ എല്ലാവരും കേട്ടോട്ടാ. ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമും നിങ്ങൾ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമും രണ്ടും രണ്ടാണെങ്കിലോ എങ്ങനെ ഇരിക്കും? വാട്ട് ഇഫ് എന്ന് പറഞ്ഞ പറയാനുള്ള കാര്യം പോലെ എങ്ങനെ ഇരിക്കും? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു ദിവസം രാത്രി ഒരു 10 മണിക്കൂർ ഞാൻ ഉറങ്ങി, പിറ്റേ ദിവസം എഴുന്നേക്കാണ്. ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങളുടെ അവിടെ നിങ്ങൾ 1 മാസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ?
ദാറ്റ് ഈസ് ടൈം ഡയലേഷൻ കേട്ടാ. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ശരി അല്ല, ഒരു ദിവസം അല്ല, ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് സ്പേസിലേക്ക് ഒരു സ്പേസ് ഷട്ടിൽ വിട്ടിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാർ വേറൊരു ഗ്രഹത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവരാകെപ്പാടെ 2-3 മണിക്കൂർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിലോ ദാറ്റ് ഈസ് കോൾഡ് ടൈം ഡയലേഷൻ. ഇതിന് പറ്റിയ ഒരു മൂവിയാണ് ഇന്റർസ്റ്റെല്ലാർ. കണ്ടിട്ടുണ്ടാരെങ്കിലും? കണ്ടുകഴിഞ്ഞാൽ തല ഇതായി പോവും, കറങ്ങിപ്പോവും. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ വലിയ ആൾക്കാർക്ക് വരെ തല കറങ്ങിയിരിക്കുകയാണ്. അപ്പോ ആ മൂവി ടൈം ഡയലേഷൻ ആണ് കാണിക്കുന്നത്. അതിനകത്ത് നായകൻ ഒരു സ്പേസ് ട്രാവൽ ചെയ്ത് അയാള് ഏകദേശം എത്ര വർഷം സാർ? 1 വർഷം എന്തോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ അയാളുടെ മോള് ഇവിടെ വയസ്സായി ഒരു 10-100 വയസ്സായ ഒരു അമ്മൂമ്മയായിട്ട് കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾക്ക് പ്രായമൊന്നും അറിയിട്ടില്ല. അയാൾക്ക് ആകെപ്പാടെ 1 വയസ്സായിട്ട് കൂടിയിട്ടുള്ളൂ. അയാളൊരു 30-35 വയസ്സൊക്കെ പ്രായമുള്ളൂ. പക്ഷെ അയാളുടെ മോള് അയാൾ പോയപ്പോ എത്രയെന്ന് കുഞ്ഞു കൊച്ച, അതായത് ഒരു 5-10 വയസ്സുള്ള 10-12 വയസ്സുള്ള കുട്ടിയായിരുന്നു. അയാൾ തിരിച്ചു വന്നപ്പോഴേക്കും അയാളുടെ മോൾ എന്താണെന്നറിയോ? ഒരു അമ്മൂമ്മയായി മാറും. അമ്മൂമ്മയുടെ മുതുമുത്തശ്ശിയായിട്ട് മരിക്കാൻ കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് മറ്റേ ഇന്റർസ്റ്റെല്ലാർ. അതൊരു ഭയങ്കര സിനിമയാണ്. അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെയിം കാര്യമാണ് ടൈം ഡയലേഷൻ കേട്ടോ. അപ്പൊ ദേ പിടിച്ചോ, നിങ്ങൾക്കുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പിടിക്കിടക്കുന്നു ടൈം ഡയലേഷൻ. അവിടെ ഒരു ടൈം ഡയലേഷൻ കാണിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി അല്ല കേട്ടോ. ഇതൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറി ഒന്നുമല്ല. ഇത് ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റഫർ ആണ് ഈ സ്റ്റോറി. ദിസ് സ്റ്റോറി ഇറ്റ് സെൽഫ് ഈസ് എ മെറ്റഫർ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു. മെറ്റഫർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവുന്നവരെന്ന് കൈവീശി കാണിച്ചേ. വാട്ട് ഈസ് എ മെറ്റഫർ? ഇറ്റ്സ് യൂസ്ഡ് ഇൻ പോയട്രി. ഇറ്റ്സ് എ പോയറ്റിക് ഡിവൈസ് ആക്ച്വലി. മെറ്റഫർ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ തുടങ്ങി പോയത്തിലൊക്കെ തുടങ്ങി കേൾക്കുന്നത് മെറ്റഫർ. ദേവിക, എന്താണ് മെറ്റഫർ? നമ്മള് പറഞ്ഞോ. സിമിലാരിറ്റീസിനെ പറയണം. സിമിലാരിറ്റി അല്ലെ? യെസ്. സിമിലാരിറ്റി, ചില സാധനങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റിനെ പറ്റി പറയുന്നു. അത് നമ്മള് സിമിലി എന്ന് പറഞ്ഞ സാധനം അല്ലേ? കുറച്ചും കൂടി സിമിലാരിറ്റി പറയുന്നു. ഇത് അതുപോലെയാണ്, അത് ഇതുപോലെയാണെന്നൊക്കെ പറയുന്നത്. ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയില്ലേ? ലൈക്ക് അല്ലെങ്കിൽ ആസ്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് സിമിലി. ബട്ട് മെറ്റഫർ ഈസ് ലിറ്റിൽ ഡിഫറെന്റ്. സ്വല്പം ഡിഫറെന്റ് ആണ് മെറ്റഫർ. എന്താണ് മെറ്റഫർ? മെറ്റഫർ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഇഷ്ടം കൂടുതൽ മെറ്റഫർ ആണ്. നമ്മൾ പോയംസിലൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞു ആർക്കറിയാം? പറഞ്ഞു ദിൽഹ പറഞ്ഞു. വാട്ട് ഈസ് എ മെറ്റഫർ? പറയും. എന്താണ് സെയിം വേർഡ്സ് അല്ലെ? ഓക്കെ. സെയിം വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലിട്രേഷൻ ആണ്. സെയിം വേർഡ്സ് ഒക്കെ വരുന്ന ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ദാറ്റ്സ് കോൾഡ് അലിട്രേഷൻ. ദാറ്റ്സ് ഡിഫറെന്റ്. അത് വേറെ സാധനം. ഇത് ഞാൻ പറഞ്ഞു എനിക്കറിയാം, കുറെ പേർക്ക് അറിയാം കേട്ടോ. കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അത് എങ്ങനെ പറഞ്ഞു തന്നെ അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എന്റെ കൂട്ടുകാരൻ അവനൊരു കടുങ്കഥയാണ് എന്ന് ഞാൻ പറയണം. എന്റെ കൂട്ടുകാരനൊരു കടുങ്കഥയാണ്. ഞാൻ എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകാരൻ ആക്ച്വലി ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷെ ഞാൻ പറയാണ് അവനൊരു കടങ്കഥയാണ് എന്ന് പറഞ്ഞ അർത്ഥം അവനൊരു കടുങ്കഥയൊന്നുമല്ല, അവനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവനെ ഞാനൊരു കടുങ്കഥയാക്കി കേട്ടോ. അവനൊരു കടുങ്കഥയാണ്. അതേപോലെ ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ മുമ്പോടി പറയണം, എന്റെ പേന എടുത്തിട്ട് ഞാൻ പറയും ഇറ്റ്സ് മൈ സോഡ് എന്ന് ഞാൻ പറയും. ഇതെന്റെ വാളാണ്. ഈ പേനയല്ല, ഇതെന്റെ വാളാണ്. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് എഴുതിക്കൊണ്ട് വലിയ വലിയ പത്രക്കാരൊക്കെ പറയും ഞാൻ ഇത് എഴുതി ഒരു പടവാള് പോലെ ഇതും കൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇതെന്റെ പേനയല്ല, ശരിക്കും എൻ്റെ ഒരു സോഡാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധനത്തിനെ വേറൊരർത്ഥത്തിൽ പറയുമ്പോഴാണ് മെറ്റഫർ ആവുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വേറൊരർത്ഥത്തിൽ പറഞ്ഞതാണ് അവനൊരു കടുങ്കഥയാണ്. അതുപോലെ എൻ്റെ പേനയെ ഞാൻ വേറൊരർത്ഥത്തിൽ പറഞ്ഞതാണ് ഇതൊരു വാളാണ് എന്ന പോലെ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥ നമ്മുടെ ഈ കാണുന്ന ഈജിപ്ഷ്യൻ റൈറ്റർ നഗുബ് മഹ്ഫൂസ് അവതരിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിക്കഥ. പക്ഷെ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്. അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിക്കഥയല്ല. അതിലൂടെ അയാൾ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരികയാണ്. അതാണ് ഞാൻ ഈ കുഞ്ഞിക്കഥയെ മെറ്റഫർ ആണെന്ന് പറഞ്ഞത്.
നിങ്ങൾ ഈ കുഞ്ഞി കഥയിലെ കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഈ കഥയിലൂടെ അദ്ദേഹം വലിയൊരു മെസ്സേജ്, വലിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സമയം എന്ന് പറയുന്നത് ഒരു എന്താണ്, ചീറ്റപ്പുലി പോലെ കേട്ടാ. ഒരൊറ്റ ഓട്ടം ഇവിടെ തുടങ്ങിയാൽ പിന്നെ ഭൂന്നും പറഞ്ഞാ പോവാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ? ഈ വർഷം പോകുന്നാണ്ടിൽ ഇപ്പോ ഭൂന്നും പറഞ്ഞു പോണണ്ട. എപ്പൊ തുടങ്ങി? നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു അല്ലെ, ജിൽജിലായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഠും പറഞ്ഞു കഴിഞ്ഞ 6 മാസം പോയി. 6ാം മാസമാണ് ഇപ്പൊ നടക്കും. ഇനി നോക്കിക്കോ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ കയറി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓൺ എക്സാമിനേഷൻ, ക്രിസ്മസ് എക്സാമിനേഷൻ, അടുത്ത ന്യൂ ഇയർ ഭൂം എന്നും പറഞ്ഞു പോകും. അടുത്ത 6 മാസവും പോകും. ടൈം ഈസ് ഫ്ലീറ്റിംഗ്. ടൈം ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂം എന്ന് പറഞ്ഞ് പറക്കാം കേട്ടോ. ടൈം ഇങ്ങനെ പറന്നു പോവാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്ക് ടൈം പതുക്കെ 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 പോകും, ചിലവർക്ക് ടൈം ഒന്നും പറഞ്ഞ് പറന്നു പോകും കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടൈം പറന്നു പോകും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങളോട് കുറെ നേരം ഇരുന്ന് പഠിക്കാൻ പറയുന്നു, 3 മണിക്കൂർ പഠിക്കണം. അൻവിതൊക്കെ ചിരിക്കുന്നത്. 3 മണിക്കൂർ പഠിക്കണം കേട്ടോ. പഠിക്കാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങും. 1 മണിക്കൂർ അല്ല, 1 മണിക്കൂർ അര പഠിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ദൈവമേ ഫോണിലുള്ള സമയം. പിന്നെയും കുറെ നേരം പഠിച്ച് അപ്പൊ നോക്കിയപ്പോ 1/2 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനി 2.5 മണിക്കൂർ കിടക്കുകയാണ്. സമയം പോണില്ല, സമയം പറക്കണില്ല, സമയം പതുക്കെ പോണുള്ളൂ. എന്നാൽ അതേസമയം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു നല്ല രസകരമായിട്ടൊരു കാര്യം സിനിമയെ കാണുന്നു വെച്ചോ, നിങ്ങൾ അറിയ പോലും 2.5 മണിക്കൂർ പോകുന്നു, ഒന്നും പറഞ്ഞാട് പോകും 2.5 മണിക്കൂർ അല്ലെ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സമയം പറന്നു പോകും, അല്ലാത്തതിൽ പറന്നു പോകില്ല, പതുക്കെ പോവുള്ളൂ. സോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ടൈമിന് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ടൈം പറക്കുന്നത് കേട്ടോ. അതൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ വല്ല ക്വാണ്ടം ഫിസിക്സിലോട്ടൊക്കെ പോകണം കേട്ടോ. തല പൊട്ടിത്തെറിച്ചു പോകുന്ന ചില തോട്ട്സിലോട്ടൊക്കെ പോകേണ്ട വരും. നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കഥയിലോട്ട് തിരിച്ചു വരാം. ഈ കഥ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റഫർ, ഒരു കുഞ്ഞി കഥ ശരിക്കും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അതിന്റെ പുറകിൽ ആ കഥാകാരൻ നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു മെസ്സേജ് തരികയാണ്. അപ്പോഴാണ് ഞാൻ ഈ ടൈം ഇങ്ങനെ പറന്നു പോണ കാര്യമൊക്കെ പറഞ്ഞത് അല്ലേ. ശരിയാണ്. അപ്പൊ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളിപ്പോ മക്കൾക്ക് എത്ര വയസ്സായടാ? 13 വയസ്സ് അല്ലേ? എത്രടാ? 13, 14. 14 ഇവര് ജെൻസി തന്നെയല്ലേ ഇവര്? ജെൻസി ഇവര് ജെൻ ആൽഫയിൽ എന്തായാലും ജെൻ ആൽഫയിലൊന്നും വരില്ല. ഇവര് ജെൻസിയാണ് അല്ലെ. 2012 ജനിച്ചത് നിങ്ങള്? 2012 അല്ലെ? 2012. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ജെൻസി ജനറേഷൻ ആണ്. നിങ്ങൾക്ക് ശേഷം ജനിച്ച ആൾക്കാരൊക്കെ ജെൻ ആൽഫ പിള്ളേരാണ് കേട്ടോ. അവര് വേറെ. നിങ്ങളിപ്പോ ഒരു പടി പഴയതായി. നിങ്ങൾ ഇത്ര നാൾ നിങ്ങളായിരുന്നു മുന്നിൽ, ഇപ്പൊ നിങ്ങൾ ഒരു പടി പഴയത്. നിങ്ങളെക്കാളും ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ജെൻസി മക്കളാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 10, 13, 14 വയസ്സല്ലേ ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈം ഇങ്ങനെ പെട്ടെന്ന് പറന്നു പോകണമെന്ന് അത്ര ഇതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ടൈം ഡയലേഷനും ഈ ടൈം ഫ്ലീറ്റിംഗ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും. കാരണം എന്താ അറിയോ, എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ പോലെ ഞാൻ സ്കൂളിൽ പോയിരുന്ന് പഠിക്കണതും അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് ഓടിപ്പോയവരെ തോന്നുന്നു കേട്ടോ. ഒന്നും പറഞ്ഞ് ഓടിപ്പോയല്ലോ തോന്നുന്നത്. ഇതിനകത്ത് നഗ്യു ബഫൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ വയസ്സാം കാലത്തിരുന്ന് എഴുതുന്ന ഈ കഥയിൽ അദ്ദേഹം പറയുന്നത് ഇതുപോലെ അദ്ദേഹം സ്കൂളിൽ പോയ കഥയാണ് കേട്ടോ. പക്ഷെ സമയം ബും പറഞ്ഞൊരു പോക്കങ്ങോട് പോയി. അതോടെ അദ്ദേഹം വയസ്സനായി മാറി കേട്ടോ. എന്ന പോലെ എനിക്കത് കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. പക്ഷെ മക്കൾക്കത് ചിലപ്പോൾ കണക്ട് ആയി വരുന്നുണ്ടാവും. കാരണം നിങ്ങളും നഴ്സറി പോയ കാര്യം ഓർക്കണല്ലേ? ഇല്ലേ? നഴ്സറി പോയില്ലേ? ബും പറഞ്ഞിട്ട് പെട്ടെന്നൊരു 9ാം ക്ലാസ്സിലോട്ട് നിങ്ങൾ എത്തിയില്ലേ? പെട്ടെന്ന് എത്തിയില്ലേ? അതാണ്. അപ്പൊ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അതൊക്കെ കൂടി കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു കുഞ്ഞി കഥ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കഥയിലോട്ട് വെറുതെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് കിടക്കാം കേട്ടോ. ഈ കഥയിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അപ്പൊ ഈ കഥ എന്തായാലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തരും കേട്ടോ. അപ്പൊ അത് അപ്പോഴും ഇന്ന് കണ്ടോളണം. ഈ കഥ നമുക്ക് ഒന്ന് തുടങ്ങി വെക്കാം. ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് സിറ്റുവേഷൻ എന്ന് കാണാം. കുറച്ച് വേർഡ്സ് ആൻഡ് മീനിങ് പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചില ഗ്രാമർ പാർട്ടുകളും ഒന്ന് നോക്കിക്കളയാം കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ നോക്കി പോവാം. അപ്പോ ആ കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോവാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളണം. ഞാൻ കഥയുടെ അടുത്ത് നിങ്ങളോട് ചോദ്യം ചോദിക്കും. അപ്പൊ എനിക്ക് ഉത്തരവൊക്കെ പറഞ്ഞു തരണം. സോ ദ നെയിം ഓഫ് ദ സ്റ്റോറി ഈസ് ഹാഫ് എ ഡേ ബൈ an Egyptian writer Naguib Mahfouz കേട്ടോ. അത്യാവശ്യമായിട്ട് പറയണമെന്ന് നേരത്തെ വന്ന് എന്നോട് പറഞ്ഞാണ്. ഞാൻ പറയാൻ ജസ്റ്റ് ഒന്ന് വിട്ടു. നമ്മൾ ഈ ഒരു ഫ്ലോയിൽ പറഞ്ഞാലും വിട്ടുപോയതാണ്. പക്ഷെ മക്കളെ അത്യാവശ്യം അറിയേണ്ട കാര്യമാണ്. നിങ്ങളിപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു കമ്പൈൻ ക്ലാസ് ആണ്. ദാറ്റ് മീൻസ്
ഈവനിങ് ക്ലാസ്സും മോർണിംഗ് ക്ലാസ്സിലെയും കുട്ടികൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ക്ലാസ്സിലെ മക്കൾ വിചാരിക്കേണ്ട നിങ്ങൾക്കുള്ളത് നാളെ രാവിലെ ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് നിങ്ങളുടെ ക്ലാസ് ആണ് ഇന്ന് കേട്ടോ. അപ്പൊ ഇന്ന് രണ്ടുപേരും മോർണിംഗ് ഈവനിങ് ഒന്നിച്ചിരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. നാളെ മോർണിംഗ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. നാളെ ഈവനിങ് ബാച്ചിലെ കുട്ടികൾക്ക് മാത്രമുള്ളതായിരിക്കും. അതിനുശേഷം മറ്റന്നാൾ മോർണിംഗ് ബാച്ചിലെ കുട്ടികൾക്ക് മാത്രമുള്ളതായിരിക്കും. മനസ്സിലായോ? അപ്പൊ മുതൽ നമ്മൾ ക്ലാസ് രണ്ടായിട്ട് തിരിക്കും. അപ്പൊ നാളെ മുതലാണ് തിരിക്കാൻ പോകുന്നത്. നാളെ ഈവനിങ് മുതലാണ് ഈവനിങ് ബാച്ചിനെയും പിന്നെ മറ്റന്നാൾ മോർണിംഗ് ബാച്ചിനും ക്ലാസ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം വൈകുന്നേരം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇന്ന് 8:30 വരെ അല്ലെ 8:35 വരെയൊക്കെ ക്ലാസ് നമ്മുടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ മോർണിംഗ് ബാച്ച് ആണെന്ന് പറഞ്ഞ് ആരും ലീവ് ചെയ്യരുത് കേട്ടോ. ഇന്ന് കമ്പൈൻ ക്ലാസ് ആണ് നമ്മളുടെ, ഈവനിങ് ആണ് നമ്മളെല്ലാവരും. അപ്പൊ അതും കൂടി ഒന്ന് പറയണം. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നമ്മള് എന്താ പറഞ്ഞ അഗ്നി ഓഫീസിന്റെ ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത അതേ കാര്യത്തിലാണ് കഥ തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു സമയമുണ്ട് നമുക്ക്. ആ ദിവസത്തെ കാര്യം പറഞ്ഞിട്ട് കഥ തുടങ്ങുന്നത്. ഓക്കെ, സോ കഥയില് ഒരച്ഛനും മോനും ഉണ്ട്. ഒരച്ഛനും ഒരു മോനും. ഇവര് രണ്ടുപേരും ഈ കഥ നടക്കുന്ന ഈജിപ്തിലാണ് കേട്ടോ. ഈജിപ്ഷ്യൻ നാട് നിങ്ങൾക്കറിയാലോ. ഈജിപ്റ്റ് എവിടെയാന്ന് അറിയോ? അന്ന് ഞാനൊരു സാറേ ഇത് കഥ മാറി ജസ്റ്റ് ഒരു GK ചോദിക്കട്ടെ ഇവരോട്. അതൊന്ന് മാറ്റി ഒരു GK ചോദിക്കട്ടെ. ഇവർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടെന്നോട്ടെ. ഇൻ വിച്ച് കോണ്ടിനെന്റ് ഈജിപ്റ്റ് സിറ്റുവേറ്റഡ്? ഏത് കോണ്ടിനെന്റിലാണ് ഈജിപ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? Is it in Asia? Is it in America? Is it in Africa? Is it in Australia? Or is it in Europe? ലക്ഷ്മി പറയൂ. ഗുഡ് ഈവനിങ്. എന്താണ് പറഞ്ഞത്? ലക്ഷ്മി പറയുന്നു ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണെന്ന്. ഇറ്റ്സ് എ ന്യൂ ഇൻഫോർമേഷൻ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. കുറെ പേർക്ക് അതൊരു ന്യൂ ഇൻഫോർമേഷൻ ആണ്. ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫാക്ട് ചെക്ക്. ഓക്കെ, അടുത്ത ആളോട് ചോദിച്ചേ. ഇമാനുവൽ എന്ന് പറഞ്ഞിടാ. കേട്ടോ? ഈജിപ്റ്റ് ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നുണ്ടോ? അറിയത്തില്ല. ഓക്കെ, സത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അറിയത്തില്ല. അപ്പൊ നമുക്ക് ലക്ഷ്യം പറഞ്ഞത് ശരിയാണെന്നൊന്നും കൂടി നോക്കിക്കളയാം. വേറെ ആരെങ്കിലും അറിയാമോ ഈജിപ്റ്റ് എവിടെയാണെന്ന്? അറിയാവുന്ന കൈവിഷയെ ആദിലേ പറഞ്ഞു. ഈജിപ്റ്റ് ആഫ്രിക്കയിലാണ് എന്നാണോ പറയുന്നത്? അതെ, ഞാൻ അതാ അറിയാന്ന് ചോദിച്ചത്. ഈജിപ്റ്റ് ആഫ്രിക്കയിലാണോ? ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് എന്നാണ് നീ പറയുന്നത് അല്ലേ? യെസ്. അപ്പൊ അത് സത്യമാണെന്ന് പറയുന്നു. ആരൊക്കെ പറഞ്ഞു? നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു, ആദിലും പറഞ്ഞു. ഈ ലക്ഷ്മിയും ആദിലും പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അവർ രണ്ടുപേരും പറയുന്നത് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയിലാണെന്ന് പറയുന്നു. ആഫ്രിക്ക. യെസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാം അല്ലെ? ഞാൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇറ്റ്സ് എ ന്യൂ ഇൻഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ വെറുതെ. ചില ആളുകളുടെ വിശ്വാസം ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഗൾഫ് കൺട്രിയാണ്. ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ UAE, ഒമാൻ, ആ പറയുന്ന സൗദി അറേബ്യ എന്നൊക്കെ പറയുന്ന, യമൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളൊക്കെ പോലെ ഒരു ഏഷ്യൻ കൺട്രി ആണെന്നുള്ളൊരു ചിന്ത വരും. ബട്ട് ഇറ്റ് ഈസ് നോട്ട്. അതങ്ങനെയല്ല. ഈജിപ്റ്റ് കിടക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് കേട്ടോ. ബട്ട് ഇറ്റ്സ് വെരി നിയർ ടു ദ ഗൾഫ് കൺട്രീസ്. അതുകൊണ്ട് അത് ഗൾഫ് കൺട്രീസിന്റെ ഒരു ചുറ്റുവട്ടത്തിൽ വരുന്നുണ്ടെന്ന് മാത്രം. അത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. പക്ഷെ എന്ത് വന്നാലും ശരി, ഏത് കോണ്ടിനെന്റിലായാലും ശരി, സംഭവം അതിന്റെ അവിടുത്തെ ഒരു അന്തരീക്ഷവും അവിടുത്തെ നാടും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരു എന്താണ് നമ്മുടെ ഗൾഫ് കൺട്രീസ് പോലെ തന്നെയാണ് കേട്ടോ. മരുഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം ഈജിപ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ. വലിയ ഈജിപ്റ്റ് കണ്ടിട്ടില്ലേ? സോറി, ഈജിപ്റ്റ് ഉണ്ട്, മാറിപ്പോയി. ഈജിപ്തിൽ പറഞ്ഞത് പിരമിഡ്. അതിന് പിരമിഡ് എന്നല്ലേ പറയാ. ചിലർ കൈയൊക്കെ വെച്ചിട്ട് എന്താണ് സാറി പറയുന്നത് പിരമിഡ് അല്ലെ? അപ്പൊ പിരമിഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര വലിയ പിരമിഡ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാജ്യമാണ് നമ്മുടെ ഈജിപ്റ്റ്. നല്ല രസകരമായിട്ടുള്ള ഈന്തപ്പനയൊക്കെ ഉണ്ട് അവിടെ. ഈന്തപ്പഴമൊക്കെ കഴിച്ചിട്ടില്ലേ? ഈജിപ്ഷ്യൻ ഈന്തപ്പഴമൊക്കെ പല രീതിയിലുള്ളൊക്കെ നമുക്ക് ഇവിടെ ലുലുലൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആ ഈന്തപ്പഴമൊക്കെ ഉണ്ട്. ഒരുപാട് അങ്ങനെ രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ നല്ല 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 ആൾക്കാരാണ്. എനിക്കും പരിചയമുള്ള കുറച്ച് ഈജിപ്ഷ്യൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഈജിപ്ഷ്യൻസ് ഒക്കെ പരിചയം ഉണ്ടായിരുന്നു. നല്ല 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 മനുഷ്യന്മാരാണ് കേട്ടോ.
അപ്പോ നമ്മുടെ ഈജിപ്തിലാണ് കഥ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈജിപ്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളൂ. നമുക്ക് കഥയിലേക്ക് വരാം. ഈജിപ്തിലെ ഒരു അച്ഛനും അമ്മയും കേട്ടോ, അതാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. സാർ എന്ന് നോക്കട്ടെ. അപ്പൊ ശരി, നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് വരാം. നമ്മൾ ഈജിപ്തിലേക്ക് പോകാൻ പോവാണ്. ഈജിപ്തിലെ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-100 വർഷം മുമ്പ് കേട്ടോ, മുമ്പത്തെ ഈജിപ്റ്റാണ്. ഇപ്പോഴത്തെ പോലത്തെ എന്താണ് പുതിയ മോഡേൺ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല. വളരെ ഗ്രാമീണമായിട്ടുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഈജിപ്തിലോട്ടാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് കേട്ടോ. സോ അവിടെ നമ്മളൊരു അച്ഛനെയും മകനെയും കാണുകയാണ്. ഒരു അച്ഛനും മോനും കേട്ടോ, ഇതാ ഈ കാണുന്ന അച്ഛനും മോനുമാണ്. അവരെങ്ങോട്ട് പോകുന്നേ? ആ മോനെയും കൊണ്ട് അച്ഛൻ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പൊ മോനാണ് കഥ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണ് ഈ സ്റ്റോറി. എന്താണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ? ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നേ? ഒരാള് സ്വന്തം കഥ പറയുന്നതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എപ്പോഴും ഐ ആണ്. ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ഐ കേട്ടോ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ യു ആണ്, യു. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹിയോ ഷിയോ ദേ ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോ ഒരു കഥ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരാൾ സ്വയം പറയാണ് എന്റെ കഥ, ഞാൻ. അപ്പൊ അതിൽ എപ്പോഴും എന്തുണ്ടാവും? ഐ ഉണ്ടാവും കേട്ടോ. ഐ, മീ, മൈ എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അതാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. ഈ കഥ അതാണ്. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഐ പ്രൊസീഡഡ് അലോങ്സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ഇവിടെ ഒരു ഹാൻഡിലോട്ടെ, രണ്ട് ഹാൻഡില. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, running to keep up with his long strides. All my clothes were new. The black shoes, the green uniform, and the red tarbouche. My delight in my new clothes, however, was mixed. For this was no feast day, but the day on which I was to be cast into school for the first time. ഇതാണ് അവൻ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ പറഞ്ഞു തരുന്നതിൽ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്തൊക്കെയുണ്ട്? കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ക്ലച്ചിങ് കേട്ടോ, ക്ലച്ചിങ്. ടർബൂഷ്, തൊപ്പിനായിട്ടോ ടർബൂഷ് എന്ന് പറഞ്ഞത്. ഫീസ്റ്റ് ഡേ, ഫീസ്റ്റ് ഡേ പെരുന്നാൾ ദിനം എന്നർത്ഥം, ഫീസ്റ്റ് ഡേ കേട്ടോ. അപ്പോ എന്താ സംഭവിക്കുന്നത്? അച്ഛൻ മകന്റെ കൈ പിടിച്ച്, അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ പറയാം, മകൻ അച്ഛന്റെ കൈ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ക്ലച്ച് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ക്ലച്ച്, നമ്മുടെ വണ്ടിയിലെ ക്ലച്ച് ഓട്ടുന്ന ക്ലച്ച് അല്ല കേട്ടോ, അത് ഒരു തരത്തിൽ ക്ലച്ചിനെ പിടുത്തോണത് കേട്ടോ. ക്ലച്ചിങ് മീൻസ് ഗ്രാസ്പ് ടൈറ്റ്ലി. എല്ലാവരും പഠിച്ചു വെച്ചോട്ടാ. ക്ലച്ചിങ് മീൻസ് എന്താണ്? ഗ്രാസ്പ് ടൈറ്റ്ലി. ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിമുറുക്കുക. ടൈറ്റ്ലി എന്ന് പറഞ്ഞാൽ നല്ല മുറുക്കി. അപ്പൊ മുറുക്കി പിടിക്കുക എന്നാണ് ക്ലച്ചിങ് എന്ന വാക്കിനർത്ഥം. കിട്ടിയോ? ഗ്രാസ്പ് ടൈറ്റ്ലി കേട്ടോ. അങ്ങനെ ഗ്രാസ്പ് ടൈറ്റ്ലി, അങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ അച്ഛന്റെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് കണ്ടോ. അച്ഛന്റെ റൈറ്റ് ഹാൻഡ് പിടിച്ച് അവൻ നടക്കുകയാണ്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അപ്പോ എല്ലാവരുടെയും ആ ഒരു പഴയ കാല ആ ഒരു എന്താണ് ഒരു നൊസ്റ്റാൾജിയയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമ്മൾ ഒരു 3-4 വയസ്സുള്ള പ്രായത്തില് അല്ലെങ്കിൽ 5 വയസ്സുള്ള പ്രായത്തില് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവര് നടക്കുന്നത് നല്ല വലിയ വലിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. നമ്മൾ നമ്മുടെ ഈ കുഞ്ഞിക്കാല് വെച്ചിട്ട് കുഞ്ഞു സ്റ്റെപ്പ് വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അവരുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ നടക്കേണ്ടവരും അവരൊപ്പം എത്താനായിട്ട്. ശരിയല്ലടാ? ഇല്ലേ? നമ്മൾ നടന്നിട്ടില്ലേ? അപ്പോ ഞാനിപ്പോ ഈ കഥ വായിക്കുമ്പോൾ തന്നെ എന്റെ കുഞ്ഞിക്കാലത്തിലോട്ടൊക്കെ ഞാൻ പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓടി ഓടി നടന്നത്. കാരണം അവരുടെ കാല് വലിയ കാലില്ല, അപ്പൊ നീട്ടി വെച്ച് നടക്കാൻ പറ്റും. ലോങ് സ്ട്രൈഡ് ആണ് കേട്ടോ. സ്ട്രൈഡ്, ഇവിടെ ഒരു വാക്ക് കണ്ടല്ലോ, സ്ട്രൈഡ്സ്. കണ്ടോ? വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ് സ്ട്രൈഡ്? ഈ സ്ട്രൈഡ് നമ്മൾ പല മുമ്പത്തൊക്കെ ചിലപ്പോൾ കഥകളിൽ കേട്ടിട്ടുണ്ടാവും. ദ മീനിങ് ഈസ് വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ്. വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ് കേട്ടോ. അപ്പോ വേഗത്തിൽ വലിയ കാൽ വെച്ച് അല്ലെ വലിയ കാലടികൾ വെച്ച് നടക്കുന്നതിനെയാണ് വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ്, സ്ട്രൈഡ് എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയോ? ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്, കാരണം എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ തന്നെ അവർ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ്. ഒന്ന് നോട്ട് ചെയ്തൊക്കെ നല്ലതാണ്. അപ്പൊ അങ്ങനെ നീണ്ട കാലടികൾ വെച്ച് അച്ഛൻ നടക്കുമ്പോൾ അതിനൊപ്പം എത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്. കണ്ടോ? ഇനി
ആ കുട്ടി സ്വന്തം ഡ്രസ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. ഇനി അവന്റെ രൂപം എങ്ങനെയാണ്? നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്കപ്പോ ഇഷ്ടമാണ്, നമുക്ക് പുതിയ ഷർട്ട്, പുതിയ പാൻസ്, പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ചത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇവന്റെയും പുതിയ ഷൂ ആണ്, ബ്ലാക്ക് ഷൂ ആണ്, പുതിയ സ്കൂൾ യൂണിഫോം ആണ്. അപ്പൊ സ്കൂൾ യൂണിഫോം പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, എന്താണ്? സ്കൂളിലോട്ട് പോകുന്ന പരിപാടിയാണ് കേട്ടോ. സ്കൂൾ യൂണിഫോം പുതിയതാണ്. പിന്നെ പുതിയൊരു ടർബൂഷ്, ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, കൈൻഡ് ഓഫ് ക്യാപ്പ് ഓർ ഹാറ്റ് കേട്ടോ. ഒരു ടൈപ്പ് തൊപ്പിയാണത്. അത് ഈജിപ്തുകാർ കൂടുതൽ വെക്കാറുള്ള തൊപ്പിയാണ് കേട്ടോ. ഈജിപ്തുകാരുടെ ഒരു പ്രത്യേക തൊപ്പിയാണ് ടർബൂഷ് എന്ന് പറയുന്നത്. ടർബൂഷ് അണിഞ്ഞിട്ടുണ്ട് അവൻ കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സ്ഡ്. ശരിക്കും പറഞ്ഞാൽ പുതിയ ഡ്രസ്സ്, പുതിയ ഷൂ ഒക്കെ, പുതിയ തൊപ്പിയൊക്കെ വെച്ച് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവില്ലടാ. പക്ഷെ ഇവനത്ര സന്തോഷമൊന്നുമില്ല. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് കേട്ടോ. മിക്സ്ഡ് ഫീലിംഗ്, അതായത് സന്തോഷമുണ്ട്, എന്തോ വിഷമമുണ്ട്, പേടിയുണ്ട്, എല്ലാം കൂടി ഉണ്ട്. ദാറ്റ് ഇസ് മിക്സ്ഡ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. കാരണം ബിക്കോസ് അല്ലെങ്കിൽ ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. കാരണം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് പെരുന്നാളൊന്നുമല്ല. സാധാരണ പെരുന്നാൾ ദിനങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ, ആഘോഷ ദിവസങ്ങളിലൊക്കെയാണ് വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പണ്ടത്തെ ഒരു രീതിയാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് പല സമയങ്ങളിൽ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. എന്നാലും പഴയ കാലത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത്, വരുമാനമൊക്കെ കുറവായിരുന്ന സമയത്ത് എന്തെങ്കിലും പെരുന്നാൾ ദിവസം, ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു ദിവസം, പെരുന്നാളിന്റെ ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ദിവസം മാത്രമാണ് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം വർഷത്തിൽ ഒരിക്കലും കിട്ടുന്നുള്ളൂ, മനസ്സിലായില്ലേ? വളരെ റെയർ ആയിട്ട് കിട്ടുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമല്ലേടാ. എന്ന പോലെ ഇവൻ സന്തോഷിക്കാനുള്ള കാരണമില്ല. കാരണം പെരുന്നാൾ ദിനമല്ല, ഫീസ്റ്റ് ഡേ അല്ല കേട്ടാ, നോ ഫീസ്റ്റ് ഡേ. പക്ഷേ എന്ത് ദിവസമാണ് അവൻ തിരിച്ചറിയുന്ന? ആ ദിവസം എന്താണ്? ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്നെ സ്കൂളിലേക്ക് പറിച്ചു വെക്കാൻ പോവാണ്. കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി കളയുക, അങ്ങോട്ട് എറിയാന്നൊക്കെ ഉള്ള ഇതാണ് കാസ്റ്റ് ചെയ്യുക. എറിഞ്ഞു കളയാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അപ്പൊ അതാണ് അവരോട് പ്രയോഗിച്ചിരിക്കുന്നത്. എന്താണ്? എന്നെ ഇവിടെ നിന്ന് എടുത്ത് നേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ദിവസമാണെന്ന് കേട്ടാ. അതുകൊണ്ടാണ് ഹിസ് ഫീലിങ്സ് മിക്സ്ഡ് എന്ന് പറഞ്ഞത് കേട്ടാ. അപ്പൊ എന്തുകൊണ്ടാണ് ദ ഫസ്റ്റ് ഡേ the feelings of the boy was mixed എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറൊന്നുമല്ല. It was not a feast day. It was the day on which he was to be cast into school for the first time. കണ്ടോ? അതാണ് അതിന്റെ ഉത്തരം. കിട്ടിയോ? ഏതാണ് അതിന്റെ ഉത്തരം? It was no feast day but the day on which I എന്നുള്ളത് he എന്നാക്കണം കേട്ടോ. He was to be cast into school for the first time. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, the delight in his new clothes was mixed. Why? സാറേ ചോദ്യം തന്നെ കൊടുത്ത ആർക്കെങ്കിലും? The delight was mixed. Why? Krishna, try to answer the question. Good morning, sir. Good evening, da. Sir. Was not feast day, but the day on which he was to be cast into school for the first time. Yes, അത് തന്നെ കറക്റ്റ്. ശ്രദ്ധിച്ചിരുന്ന കൊള്ളാം കേട്ടോ. ഗുഡ്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ രണ്ടൊന്ന് വാക്ക് പഠിച്ചു. ക്ലച്ചിങ്. ഞാൻ ചോദിക്കാൻ പോണതേ സാർ, ഒരാളെടുത്തേ. അനയ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ക്ലച്ചിങ്? Ayana, oh sorry, Ayana, what is the meaning of the word clutching or clutch? Ayana, unmute you. Okay, ശരി. അനന്തു, മുറുക്കെ പിടിക്കുക. അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിലാണ് അതിന്റെ മീനിങ് പറഞ്ഞത്. ഗ്രാഫ് ടൈറ്റ്ലി ആണ്, പക്ഷെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് മുറുകെ പിടിക്കാന്ന് അതിന്റെ അർത്ഥം കേട്ടോ. കൊള്ളാം. ഇങ്ങനത്തെ വാക്കുകളുടെ ചോദ്യം എങ്ങനെ വരുന്ന അറിയാമോ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എന്താണ്? പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ചോദ്യം വരും, പ്ലീസ് അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാരഗ്രാഫ് വിച്ച് മീൻസ് ഗ്രാഫ് ടൈറ്റ്ലി.
മനസ്സിലല്ലേ? പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാരഗ്രാഫ് വിച്ച് മീൻസ് ഗ്രാസ്പ് ടൈറ്റ്ലി. ഗ്രാസ്പ് ടൈറ്റ്ലി എന്ന് അർത്ഥം വരുന്ന ഒരു വേർഡ് പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഗ്രാസ്പ് ടൈറ്റ്ലി എന്നുള്ളതിന്റെ ആ വീട് മനസ്സിലായി, ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിരിക്കണ്ടേ? അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ വേർഡ് ക്ലച്ചിങ് എന്നുള്ള വേർഡ് എടുത്ത് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ചോദ്യം വരിക കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഒരു പാരാഗ്രാഫ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത്ര ഇങ്ങനെ പറയും. നോക്കിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ്സ് ആണിത്. ഇവൻ അച്ഛന്റെ കൈ പിടിച്ച് പോകുന്നത് വലിയ സന്തോഷത്തോടുകൂടി അല്ല എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ് ആൻഡ് ഐ വുഡ് ടേൺ അറൗണ്ട് her from time to time appealing for help. We walked along a street lined with the gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. അപ്പോ ഇവൻ സ്കൂളിൽ നിന്ന് പോകുന്ന നേരത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. എന്താണെന്നറിയോ? അമ്മ അവിടെ നിൽപ്പുണ്ട്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. അമ്മ അതേ വിൻഡോയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മോൻ ഇങ്ങനെ പോകുന്ന വിഷമിച്ച് നോക്കിക്കൊണ്ട് അമ്മ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഇവൻ ഇങ്ങനെ പോകുന്ന പോക്കിന് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടക്ക് ഇങ്ങനെ അവനിങ്ങനെ തിരിഞ്ഞു നോക്കണ്ട അമ്മേനെ, വിഷമിച്ചുകൊണ്ട് നോക്കുമല്ലോ, അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, അമ്മനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന രീതിയിൽ അവൻ നോക്കുന്നത്. നമ്മൾ അത് ചെയ്തതാണ് അല്ലെ? നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെ കൊണ്ടുപോകുമ്പോ ഇപ്പൊ ഇന്നിപ്പോ ഞാനൊരു വീഡിയോ കണ്ടുള്ളൂ. 4 കൂട്ടുകാർ ചേർന്നിട്ട് 4 കൈയും കാലുമേയും പിടിച്ചുകൊണ്ട് ഒരുത്തനെ പൊക്കി കൊണ്ടുപോകണം കേട്ടോ. സ്കൂളിലോട്ട് കൊണ്ടുപോകണം. അവനാണെങ്കിൽ കിടന്ന് ഒച്ചപ്പാടുത്ത് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂട്ടുകാരെന്ത് ചെയ്യുന്നു? പൊക്കിക്കൊണ്ടുപോവാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്കൂളിലോട്ട് ആദ്യ ദിവസം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ പല രീതിയിൽ നമ്മൾ പലരുടെയും സഹായം ഇങ്ങനെ ദയവ് ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിച്ചു. അമ്മേനോടൊക്കെ ചോദിച്ചു, അമ്മ എന്നെ പ്ലീസ് വിടല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ നിർബന്ധമോ അല്ലെങ്കിൽ അമ്മയുടെ നിർബന്ധത്തിലോ നമ്മൾ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഇതേപോലെ ഇവനും എന്താണ് നിർബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് അമ്മനെ തിരിഞ്ഞു നോക്കി സഹായത്തിന് വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, അത് കിട്ടിയില്ല, സഹായം കിട്ടിയില്ല. ഇവര് നടന്നാണ് പോണേ കേട്ടോ സ്കൂളിലോട്ട് കേട്ടോ. അപ്പൊ അച്ഛന്റെ കൈ പിടിച്ച് നടന്നു പോകണം. അപ്പൊ പോകുന്ന വഴി പറയാണ് we walked along a street lined with gardens. On both sides were extensive fields planted with crops. പോകുന്ന വഴിക്കൊക്കെ എന്തുണ്ട്? ഗാർഡൻസ് ആണ്, പൂന്തോട്ടങ്ങളൊക്കെയാണ് പോകുന്ന വഴിക്കുള്ളത്. പിന്നെ എക്സ്റ്റെൻസീവ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റം കാണാത്ത വിധത്തിലാണ് അത്ര വിശാലമായ കൃഷിസ്ഥലങ്ങൾ, കൃഷിപ്പാടങ്ങളാണ്. ആ കൃഷിപ്പാടങ്ങളിൽ പല പല സാധനങ്ങളുണ്ട്. പ്ലാന്റ് വിത്ത് ക്രോപ്സ്, പല പല വിളകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ചിലതെല്ലാം പ്രിക്ലി പിയേഴ്സ് ആണ്. ഈ കാണുന്ന കള്ളിമുൾച്ചെടിയാണ് കുറെയൊക്കെ. ചിലതൊക്കെ ഹെന്ന ട്രീസ് ആണ്. ഇതേപോലെ തന്നെ മൈലാഞ്ചി ചെടികളാണ് അവിടെ വഴിയുടെ അപ്പുറത്തുപുറത്തൊക്കെ. പിന്നെ കുറെ ആൻഡ് എ ഫ്യൂ കുറച്ച് എന്തൊക്കെയുണ്ട്? ഡേറ്റ് പാംസ്. ഈ കാണുന്ന ഈന്തപ്പഴം, ഈന്തപ്പനന്ന് നേരിട്ട് ഈന്തപ്പഴം പറിച്ച് തിന്നണ്ടാ? അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. തിന്നണ്ട? ആരാണ് തിന്നത്? ആരോ കത്താലടിച്ചല്ല ഇങ്ങനെ തിന്നിട്ടുണ്ടെന്ന്. അപ്പോ ഇങ്ങനെയുള്ള ഈന്തപ്പനകളൊന്നും ഇങ്ങനെ നിരന്നിര നിൽക്കുന്ന ആ സുന്ദരമായ ഗ്രാമത്തിലൂടെയാണ് ഇവർ രണ്ടുപേരും കൂടി നടന്നു പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും കാണാനില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ കൂടി അവിടെ എല്ലാം എന്താണ്? റോഡും 2 സൈഡിലും വീടുകളും, അങ്ങനെയല്ലേ? അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ നമ്മൾ ചില ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പഴയ വില്ലേജിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള വീതി കുറഞ്ഞെങ്കിലും അപ്പുറപ്പുറം പാടങ്ങളും അപ്പുറപ്പുറം സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഓരോ വഴികളൊക്കെ ഉണ്ട്. എനിക്കറിയാം പല സ്ഥലത്ത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ വീടിന്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്ക് മാത്രമേ വീടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളൊന്നുമില്ല, റോഡും അപ്പുറപ്പുറം വീടുകളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് നടന്നു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമല്ല ഇത് പഴയ സ്ഥലമാണ്. റോഡിന്റെ അപ്പുറപ്പുറം പാടങ്ങളും കൃഷിസ്ഥലങ്ങളും ഈന്തപ്പനത്തോട്ടങ്ങളും കള്ളിമുൾച്ചെടികളും മൈലാഞ്ചിച്ചെടിയും അങ്ങനെ പല പല സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള രസത്തിലുള്ള സ്ഥലത്തേക്ക് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പോയി എന്ത് നോക്കി. അപ്പൊ ചോദിക്കുകയാണ് വൈ സ്കൂൾ? അവൻ ചോദിക്കുകയാണ് എന്തിനാണ് സ്കൂളിൽ പോകുന്നേ? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ അച്ഛനെ ഓപ്പൺലി ചാലഞ്ച് ചെയ്ത് ചോദിച്ചു, എന്തിനാണ് എന്നെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നത്? ചില കുട്ടികൾ അങ്ങനെ നിർബന്ധിച്ച് ചോദിക്കും അല്ലെ, ദേഷ്യം കയറിയൊക്കെ ചോദിക്കും. ഐ ഷൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഞാൻ അച്ഛനെ ശല്യം ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അനോയ് എന്ന് പറഞ്ഞാൽ ട്രബിൾ ചെയ്യുക. അനോയ് മീൻസ് ട്രബിൾ കേട്ടോ. അനോയ് മീൻസ് ട്രബിൾ, TROUBLE, ട്രബിൾ. ഞാൻ അച്ഛനെ ശല്യം ചെയ്യാനൊന്നും ചെയ്യൂലല്ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ അച്ഛൻ പറയുന്ന ഒരു ഡയലോഗാണ് ഈ കാണുന്നത്. ഐ ആം നോട്ട് പണിഷിങ് യു, ആം ഐ?
ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ആം നോട്ട് പണിഷിങ് യു. ആം ഐ? എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. ഉണ്ടോ അല്ലെങ്കിൽ ആണോ? കണ്ടോ? സോ ഇവിടെയാണ് നമ്മളൊന്ന് പിടിക്കാൻ പോകുന്നത്. This is a kind of statement and this part is called what? Tell me what? This part is called Anvida. Good evening, sir. Good evening. Question tag. This part is called question tag or we can say tag question. അല്ലേ? നമുക്കങ്ങനെ തിരിച്ചും മറിച്ചും പറയാം അല്ലേടാ? അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം അങ്ങോട്ട് പ്രസ്താവിച്ച് പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു കുഞ്ഞി ചോദ്യം ചോദിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് എക്സാമിന് ഇടാൻ പറ്റിയ ഒരു ചോദ്യമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മാത്രം ഇത് സിമ്പിൾ ആയിട്ട് അറിഞ്ഞാൽ മതി. സാർ നോക്കിയതേ. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന വിധം വളരെ സിമ്പിൾ. കുറെ പേർക്ക് അറിയാലോ. എങ്ങനെയാണെന്ന് കൈവീശി കാണിച്ചേ. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന വിധം അറിയാവുന്നത് കൈവീശി. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന വിധം അറിയാം എന്നുള്ളവർ കുറെ പേരുണ്ട്, എനിക്കറിയാം. ഓക്കെ, എന്നാൽ അവർക്ക് കൂടുതൽ അറിയാനും ബാക്കി അറിയാത്തവർക്ക് അറിയാനും വേണ്ടി പറയുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ഇസ് വെരി സിമ്പിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ആം നോട്ട് പണിഷിങ് യു എന്നാണ് കേട്ടോ. നമുക്ക് ഒന്നും കൂടി വേറെ രീതിയിലാക്കാം. ഞാൻ പറയാണ് you are a good boy. എനിക്കറിയാം നീ ഒരു നല്ല കുട്ടിയാണ് എന്ന് ആ അച്ഛൻ മോനോട് പറയാണ് കേട്ടോ. അപ്പോ ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞ പോലെ. ഇവിടെയും നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ട വിധം എന്താണ്? there is only two rule. വേണമെങ്കിൽ നമുക്ക് 3 റൂൾ കൊടുക്കാം കേട്ടോ. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിലെ ഹെൽപ്പിംഗ് വേർബിനെ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ റൂൾ ഹെൽപ്പിംഗ് വേർബിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഹെൽപ്പിംഗ് വേർബിനെ കണ്ടുപിടിക്കുക. ഈ എഴുതിയിരിക്കുന്ന ഈ വേർഡ്സിൽ ഏതാണ് ഹെൽപ്പിംഗ് വേർബ്? ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? പറയൂ. ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? അനശ്വര. ഇവിടെ യു എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ആർ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, എ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ഗുഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ്, ബോയ് എന്ന് പറയുന്ന വേർഡാണ്. വിച്ച് വൺ ഓഫ് ദീസ് ഈസ് എ ഹെൽപ്പിംഗ് വേർബ്? R. ഇവിടെ പറഞ്ഞത് എന്താണ്? ആറാണ് ഹെൽപ്പിംഗ് വേർബ് എന്നാണ്. ശരിയാണ്, റൈറ്റ് ആൻസർ കേട്ടോ. ആർ ഒരു ഹെൽപ്പിംഗ് വേർബാണ്. അതേപോലെ തന്നെ ഈസ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ആം ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ഓക്കെ അല്ലേ? കിട്ടണല്ലോ എല്ലാവർക്കും? അതേപോലെ വാസ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. വേർ ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ഹാസും ഹാവും ഹാഡും ഹെൽപ്പിംഗ് വേർബാണ്. ഡൂവും ഡസും ഡിഡും ഹെൽപ്പിംഗ് വേർബാണ്. അതേപോലെ തന്നെ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. കിട്ടോ? അപ്പൊ ഇതൊക്കെ ഹെൽപ്പിംഗ് വേർബ് ആണെന്ന് അറിയാലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താണ്? ഹെൽപ്പിംഗ് വേർബ് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കാം ഹെൽപ്പിംഗ് വേർബ് എങ്ങനെയാ കിടക്കുന്നേ? ആർ എന്നല്ലേ കിടക്കുന്നേ? ആർ എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എന്താക്കണം? ആറിന്റ് എന്നാക്കണം. ആർ എന്നാണ് കിടക്കുന്നതെങ്കിൽ ആറിന്റ് ആക്കണം. ഓക്കെ, അപ്പൊ ഈസ് എന്നാണ് കിടക്കുന്നതെങ്കിലോ ഈസിന്റ് ആക്കണം. വാസ് എന്നാണ് കിടക്കുന്നതെങ്കിലോ വാസിന്റ് എന്നാക്കണം. ഹാവ് എന്നാണ് കിടക്കുന്നതെങ്കിലോ ഹാവിന്റ് എന്നാക്കണം. ഹാസ് എന്നാണ് കിടക്കുന്നതെങ്കിലോ ഹാസിന്റ് എന്നാക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ വിൽ എന്നാണ് കിടക്കുന്നതെങ്കിലോ എന്താക്കണം? വില്ലിന്റ് എന്നാക്കണം. അല്ല, പറ. വിൽ എന്നാണ് എടുക്കുന്നതെങ്കിൽ എന്താക്കണം? പറ, ഒരാളെടുക്ക്. അമേയ. യെസ്, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. വോണ്ടാക്കും. യെസ്, വില്ലിന് മാത്രം ചെറിയൊരു ഒരു കൊടുക്കും നമ്മൾ കേട്ടോ. വില്ലിനെ പിടിച്ച് നമ്മൾ വില്ലിന്റെ എന്ന് പറയൂല, പകരം വോണ്ട് എന്നാക്കണം. അപ്പൊ ഇത്രയുള്ള കാര്യം. ഹെൽപ്പിംഗ് വേർബിനെ കണ്ടുപിടിക്കണം, അവനെ നമ്മൾ എന്താക്കണം?
ഇവിടെ ആറാണെങ്കിൽ ആറിന്റെ, ഈസ് ആണെങ്കിൽ ഈസിന്റെ, വാസ് ആണെങ്കിൽ വാസിന്റെ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇവിടെ ആറിന്റെ നിന്നാണ് കിടക്കുന്നെങ്കിലോ അപ്പൊ നമ്മൾ അപ്പുറം ആറാക്കണം. ഇവിടെ ഈസിന്റെ നിന്നാണ് കിടക്കുന്നെങ്കിലോ അപ്പൊ നമ്മൾ അവിടെ ഈസാക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ ഈസ് ആണെങ്കിൽ അവിടെ ഈസിന്റെ, ഇവിടെ ഈസിന്റെ ആണെങ്കിൽ അവിടെ ഈസ്. അത്രേ ഉള്ളു കാര്യം കേട്ടോ. നേരെ തിരിച്ചാക്ക, ഓപ്പോസിറ്റ് ആക്ക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആറാണ്, ആറിനെ നമ്മൾ ആറിന്റെ ആക്കി. അതാണ് ഒന്നാമത്തെ റൂള്. ഇനി രണ്ടാമത്തെ റൂൾ എന്താണ്? ഇവിടെ കിടക്കുന്ന ആരാണ്? സബ്ജക്റ്റ്. ദിസ് ഇസ് കോൾഡ് സബ്ജക്റ്റ് കേട്ടോ. സബ്ജക്റ്റിൽ ആദ്യം കിടക്കുക, അതല്ലേ ചെയ്ത ആളല്ല ആദ്യം ഉണ്ടാവുക. ദിസ് ഇസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒരു പ്രൊനോൺ ആണെങ്കിൽ, ഇതുപോലെ പ്രൊനോൺ ആണെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ പിടിച്ച് എന്ത് ചെയ്യുക, നേരെ കൊണ്ട് അവിടെ വെക്കുക. ഓക്കെ, സോ യു ഗോട്ട് ദ ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആറിന്റെ ആയി, യു അവിടെ കൊണ്ടുവച്ചു, ആർ ഇൻ യു. ഇനി നമുക്ക് ആ പറഞ്ഞ അച്ഛൻ പറഞ്ഞ അത് നോക്കാം. ഐ ആം നോട്ട് പണിഷിംഗ് യു. ഐ ആം നോട്ട് പണിഷിംഗ് യു. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ വന്നത്? പറ. ആന്റോണിയോ. ആ, പറയൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വന്നത്? നമ്മൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ആറാണെങ്കിൽ ആറിന്റെ ആക്കും, ഈസ് ആണെങ്കിൽ ഈസിന്റെ ആക്കും. ഇവിടെ എന്താണ് എടുക്കുന്നത്? ആമല്ലേ? ആ, പിന്നെ ആമിന്റെ കൂടെ എന്താ കിടക്കുന്നേ? നോട്ട്. അപ്പോ ഇവിടെ ആം ആണ്, ആം നോട്ട് ആണ് എടുക്കുന്നത്, ആം അല്ല, ആം നോട്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊണ്ടുപോകണം? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈസ് ആണെങ്കിൽ ഈസിന്റെ, ഇവിടെ ഈസിന്റെ ആണെങ്കിൽ അവിടെ ഈസ്. അപ്പൊ ഇവിടെ ആം ആണെങ്കിൽ നമുക്ക് ആമിന്റെ ആക്കാം, പക്ഷെ ഇവിടെ ആം നോട്ട് ആണ്. അപ്പൊ എന്താണ്? ആം നോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് പോലെ തന്നെ. ഈസ് നോട്ട് ആണ് ഈസിന്റെ ആവുന്നത് കേട്ടോ. ആം നോട്ട് അല്ല, ആമിന്റെ ആവില്ല, കാരണം ഇവിടെ നോട്ട് ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ നമ്മള് അവിടെ എന്തിട്ടാ മതി? ആം. മനസ്സിലായോ? ഇവിടെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്? അവിടെ ഇവിടെ ആം നോട്ട് ഉണ്ട്, അപ്പൊ നമുക്ക് ആം മതി. അപ്പൊ ആം എടുത്തു, പിന്നെ നമ്മൾ ഈ ഐനെടുത്തു ഇവിടെ ഇട്ടു. അപ്പൊ എന്തായി? ആം ആയി. ഇതാണ് ആ ചോദ്യത്തിൽ നമ്മൾ കണ്ടത് കേട്ടോ. ഇവിടെയും നമ്മൾ സെയിം കാര്യമാണ് ചെയ്തത്. ഇവിടെ നിന്ന് ഹെൽപ്പിംഗ് വേർബ് അപ്പുറം നോട്ടാക്കി. ഇവിടെ എന്താണ്? ഇവിടെ നോട്ട് ഓൾറെഡി ഉണ്ട്, അപ്പൊ നമ്മൾ ആം ആക്കി, ഐ എടുത്ത. ഇങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ബേസിക് രീതി, ഏറ്റവും ബേസ് ഫോം കേട്ടോ, ടു മേക്ക് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സെന്റൻസ് കിട്ടിയാലും എന്ത് ചെയ്യണം? അതിനകത്ത് ഹെൽപ്പിംഗ് വേർബ് എടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ബേസിക് സാധനം കിട്ടിയില്ലേ? ഇനി ഇത് ഞാൻ ഇടയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞു തരൂല്ലേ? എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരൂല്ലേ? അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു കുഞ്ഞു ചോദ്യം ഒരിക്കലും ഞാൻ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ എക്സാമിന് ഇടുന്നു കേട്ടോ. ഏതായാലും പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ പറയാം, സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ചിലപ്പോ ക്യാരറ്റ് സ്കെച്ച് ഒന്ന് കാണിക്കാം. അത് തന്നെ. യെസ് മക്കളെ, നമ്മളുടെ കുട്ടീനെയാണ് ഈ കാണുന്നത്. ഇവനാണ് നമ്മുടെ പയ്യൻ, നഗ്മ മഹ്ഫൂസിന്റെ ആ സ്റ്റോറിയിലെ ആ പയ്യൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വേറെ സീക്രട്ട് പറഞ്ഞു തരട്ടെ. ഈ കഥ എഴുതിയ നഗ്മ മഹ്ഫൂസ് എന്ന് പറയുന്ന റൈറ്റർ തന്നെയാണ് ഈ പറയുന്ന കുട്ടി കേട്ടോ. കഥ എഴുതിയ നഗ്മ മഹ്ഫൂസിന്റെ സ്വന്തം കഥയായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവൻ തന്നെയാണ് ഈ കുട്ടി, അവനല്ല, അദ്ദേഹം തന്നെയാണ് ഈ കുട്ടി കേട്ടോ. ഇനി ഈ കഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കേൾക്കാൻ പോകുന്ന കാര്യത്രേ ഉള്ളൂ. ഈ കഥയിൽ ഹാഫ് എ ഡേ, പകുതി ദിവസത്തെ കഥയാണ് ഈ പറയുന്നത്. ഹാഫ് എ ഡേ. ഇവൻ സ്കൂളിലേക്ക് പോകുന്ന കാര്യമല്ലേ നമ്മൾ കണ്ടത്. സ്കൂളിൽ ചെന്ന് വൈകുന്നേരം ആവുമ്പോ ഇവൻ സ്കൂളും വിട്ട് പുറത്തിറങ്ങും കേട്ടോ.
അപ്പൊ ഈ കഥയിൽ സ്കൂളിലേക്ക് പോകുന്നത് മുതൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന വരെയുള്ള സ്കൂളിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പല പല കാര്യങ്ങൾ പഠിക്കുന്നു, ചില കൂട്ടുകാരായിട്ട് കളിക്കുന്നു, പലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു, അതിൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, പലതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവന്റെ ലൈഫ് ആ സ്കൂളിൽ അവൻ അര ദിവസം ഹാഫ് എ ഡേ ചെലവഴിക്കുന്നു. പുറത്തിറങ്ങുമ്പോ ലോകം മുഴുവൻ മാറി, ചേഞ്ചായി. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോ എന്ത് പറ്റും? ഒരു സർപ്രൈസ് പോലെ, നമുക്കൊരു ട്വിസ്റ്റ് പോലെ കഥയിൽ കാണിക്കുകയാണ്. ഈ കുഞ്ഞു പ്രായത്തിൽ സ്കൂളിലേക്ക് പോയവൻ പുറത്തെത്തിക്കഴിഞ്ഞപ്പോ വയസ്സായി, വലിയ വയസ്സനായി മാറി കേട്ടോ. ഒരു ടൈം ഡയലേഷൻ പോലെ കേട്ടോ. ഹാഫ് എ ഡേയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് അവതരിപ്പിച്ച കഥ അതിൽ അയാൾ കാണിച്ചു തരുന്നത് ഒരു ആളുടെ ലൈഫ് മുഴുവനുമാണ് കേട്ടോ. ഒരാളുടെ ലൈഫ് തുടക്കം മുതൽ അവസാനം അയാൾ പടുകിളവനായി വയസ്സനായിരുന്നത് വരെയുള്ള ആ സമയം മുഴുവനും ഈ കുഞ്ഞ് ഹാഫ് എ ഡേയിൽ കാണിച്ചു തരുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പൊ ആ കഥയിലെ ക്യാരക്ടർ ആയിട്ടുള്ള ഇവന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മളൊന്ന് പഠിക്കണം. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്യാരക്ടർ സ്കെച്ച് ഇതാണ്. The boy in the central character of the story Half a Day, written by Naguib Mahfouz. The boy is the central character of the story Half a Day, written by Naguib Mahfouz. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റൂലേ? ഈ ഒരു സെന്റൻസ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. ഇനി ആ പയ്യനെ പറ്റി ഒന്ന് വിവരിക്കണം. He is a young, innocent and curious child who goes to school for the first time. കേട്ടോ, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കനായ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളതാണ് ക്യൂരിയസ് എന്ന് പറയാം കേട്ടോ. ക്യൂരിയസ് ബോയ്, അറിയാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഒരു കുട്ടി, സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന കുട്ടി, അങ്ങനെയാണ് ഇവനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ കഥയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ പറയാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞാണ്. ഹി വേഴ്സ് എ ന്യൂ ക്ലോത്ത്സ് ഇൻക്ലൂഡിങ് എ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് എ റെഡ് ടർബൂഷ്. അപ്പൊ അവന്റെ രൂപമൊക്കെ ഇങ്ങനെയാണ്. എന്താണ്? പുതിയ യൂണിഫോം, ടർബൂഷ്, അതുപോലെ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് അറ്റ് ഫസ്റ്റ് he is frightened and unhappy because he does not want to leave the comfort of his home. അപ്പൊ ആദ്യം അവനെ കാണിക്കുന്നത് ഭയങ്കര ഫ്രൈറ്റൻഡ്, പേടിയാണ് വീട്ടിൽ സ്കൂളിൽ പോകാൻ. അതുപോലെ തന്നെ അവൻ ശരിക്കും പറഞ്ഞാൽ അൺഹാപ്പി ആണ്. നമ്മൾ പറഞ്ഞില്ലേ അവന്റെ ഫീലിങ്സ് മിക്സ്ഡ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. അൺഹാപ്പി ആണ് സ്കൂളിൽ പോകാനായിട്ട്. ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ലീവ് ദ കംഫർട്ട് ഓഫ് ഹിസ് ഹോം. അപ്പൊ വീടിലെ ഒരു സുഖസുന്ദരമായ അന്തരീക്ഷത്തിൽ നിന്നും കേട്ടോ, കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖസുന്ദരമായ ഒരു അന്തരീക്ഷം, അതിൽ നിന്ന് വിട്ടു പോകാൻ അവന് മടിയാണ് കേട്ടോ. ഡസ് നോട്ട് വാണ്ട് ടു ലീവ്, അവിടെ നിന്ന് വിട്ടു പോകാൻ തോന്നൂല അവന്. വീട്ടിലെ സുഖകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണ് കേട്ടോ. അപ്പൊ അതവന് പടിയാണ്. ഹി സീസ് ദ സ്കൂൾ ആസ് എ ഹ്യൂജ് ആൻഡ് ഗ്രിം ഫോർട്രസ്. അവൻ സ്കൂളിനെ കാണുന്നതേ ഒരു ഹ്യൂജ് ഗ്രിം ഫോർട്രസ് ആയിട്ടാണ്. അതായത് ഭയങ്കര കഠിനമായ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വലിയ കോട്ട, ഫോർട്രസ്, അതുപോലെയാണ് അവൻ ആ സ്കൂളിനെ കാണുന്നത്. However, after meeting other children, he becomes friendly, cheerful and interested in learning. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, ഇവ മറ്റു കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആവും, ഭയങ്കര cheerful സന്തോഷമുള്ളവനാവും, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, അങ്ങനെ ന്യൂ എക്സ്പീരിയൻസ് ഒക്കെ. പിന്നെ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവനായി മാറും കേട്ടോ. ഹി എൻജോയ്സ് ഗെയിംസ്, മ്യൂസിക്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസ് അറ്റ് സ്കൂൾ. അവൻ അങ്ങനെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കളിച്ച് ചിരിച്ച് മുന്നോട്ട് പോകും. At the end of the story, he is shocked to find that the world around him was completely changed. സ്റ്റോറിയുടെ അവസാനം നമ്മൾ പുറത്തേക്ക് ഇവൻ ഇറങ്ങുന്നത് കാണിക്കുന്നത് ഇവൻ വയസ്സനായ ഒരാളായിട്ടാണ്. അപ്പോഴേക്കും ലോകം മുഴുവനും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോകം മുഴുവനും ചേഞ്ച് ആയത് കണ്ട് ഷോക്ക് ആയിട്ട് ഒരാളായിട്ടാണ്, അല്ലെങ്കിൽ അമ്പരന്ന് പോകുന്ന ഒരാളായിട്ടാണ് ഇവൻ അവസാനം കാണിക്കുന്നത് കേട്ടോ. Shocked to find that the world around him has completely changed. ഇനി the boy represents the journey of human life from childhood to old age. ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ബോയ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു ഹ്യൂമൻ ലൈഫിനെയാണ്. ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്, ചൈൽഡ്ഹുഡ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഒരു മനുഷ്യ ജീവിതത്തെ, ഹ്യൂമൻ ലൈഫിനെയാണ് ഈ ഒരു ബോയുടെ ഹാഫ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറയുന്നതിലൂടെ വരച്ച് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ഇവന്റെ ക്യാരക്ടർ സ്കെച്ച്. ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ച്. മനസ്സിലായില്ലേ? ഇതിനാണ് ഞാൻ പറഞ്ഞത് ഈ കഥ ഒരു എന്താണ്, ഒരു മെറ്റഫർ ആണെന്ന് പറഞ്ഞത്. കാണിക്കുന്നത് ഒരു ഹാഫ് എ ഡേ ആണെങ്കിലും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ലൈഫാണ് കേട്ടോ. ദ കംപ്ലീറ്റ് ജേർണി ഓഫ് എ ഹ്യൂമൻ ലൈഫ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ?
അപ്പൊ അതാണ് നമ്മുടെ ഈ പയ്യന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന ഈ സാധനം. ഓക്കെ, അപ്പോ ഞാൻ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരാണ്. ആ ഫോർട്രസ് എന്താണെന്ന് ദിയ മരിയ ചോദിച്ചിട്ടുണ്ട്. ഫോർട്രസ് എന്ന് പറഞ്ഞാൽ കോട്ട. നമ്മൾ കണ്ടല്ലേ കോട്ട, ഫോർട്ട് എന്ന് പറയില്ലേ, ഫോർട്ട്, അത് തന്നെ ഫോർട്രസ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കോട്ട പോലെയാണ് ഇനി തോന്നുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ പേടിയാവും, അതാണ് സംഭവം കേട്ടോ. അപ്പൊ ഇത് ഇവന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്യാരക്ടർ സ്കെച്ച് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും നമ്മുടെ ഹാഫ് എ ഡേയുടെ നോട്ട്സ്? ഇല്ലല്ലോ. അപ്പൊ ഇനി സെൻഡ് ചെയ്യാൻ പോണുള്ളൂ. അപ്പൊ അത് എല്ലാവരും പഠിച്ചോളണം കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആ കഥയിലെ കുറച്ചും കൂടി മുന്നോട്ട് പോയി പറയാം. 2-3 വേർഡ്സ് ആൻഡ് മീനിങ് എഴുതിയെടുത്തില്ലേ കേട്ടോ? വേർഡ്സ് ആൻഡ് മീനിങ് എഴുതിയെടുത്തില്ലേ? അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അവന്റെ കഥ. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ സ്റ്റോറിയിൽ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. മുന്നത്തെ കഴിഞ്ഞല്ലേ? When we arrived at the gate. അപ്പൊ ഇവൻ സാറേ ഇതിന് മുമ്പത്തെ കഴിഞ്ഞ ഇനി മുന്നത്തെ ആണോ? അതിന് മുന്നത്തെ വൈ സ്കൂൾ ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലോട്ട് പോയത്. അപ്പോ ഹി സെഡ് ലോഫിംഗ്, അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്. മോനെ, സ്കൂൾ പണിഷ്മെന്റ് ഒന്നുമല്ല കേട്ടോ. സ്കൂൾ പണിഷ്മെന്റ് ഒന്നുമല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? മോനെ, സ്കൂൾ പണിഷ്മെന്റ് അല്ല, ഇത് ഒരു കുഞ്ഞിൽ നിന്നും സമൂഹത്തിന് ഉപകാരമുള്ള വലിയ ആളാക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് ശരിക്കും പറഞ്ഞ സ്കൂൾ. ശരിയല്ലേ? നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ നേടി, അപ്പൊ നിങ്ങൾ ആ സർവീസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ആർക്കാ കിട്ടുക? നിങ്ങളുടെ സമൂഹത്തിലല്ലേ? നിങ്ങൾ സമൂഹത്തിലല്ലേ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സർവീസ് സമൂഹത്തിന് കിട്ടും. അപ്പൊ നിങ്ങൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് കേട്ടോ. യൂസ്ഫുൾ സിറ്റിസൺ ആവുകയാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ യൂസ്ഫുൾ സിറ്റിസൺ ആക്കി എടുക്കുന്ന ഒരു ഫാക്ടറി തന്നെയാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നീ എന്താ വളരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സ്കൂളിലെത്തുന്നവർ കേട്ടോ, സ്കൂളിന്റെ ഗേറ്റിൽ എത്തുന്നപ്പോഴാണ്. നോക്കിക്കോ. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എനിക്ക് വിശ്വാസമായില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge high-walled fortress. അപ്പൊ ഇവൻ പറയാണ്, എനിക്ക് വിശ്വാസമൊന്നും ആയില്ല. എന്നെ ഇപ്പോ ഈ വീടിന്റെ സുഖകരമായ അന്തരീക്ഷത്തിൽ നിന്ന് എന്തിനാണ് എന്നെ പിടിച്ച് ഈ കാണുന്ന വലിയ കെട്ടിടത്തിലേക്ക് ആക്കുന്നത് കേട്ടോ. ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ഈ സ്കൂൾ എന്ന് പറയുന്ന കെട്ടിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയി തള്ളി വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്കൂൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് കേട്ടോ. സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇത് കണ്ടിട്ട് തോന്നുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഏതോ വലിയ കോട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സ്റ്റേൺ എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രിക്റ്റ് എന്നാണ്. സ്റ്റേൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ട്രിക്റ്റ് എന്നാണ്. ഗ്രിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വെരി സീരിയസ്, ഭയങ്കര ഗൗരവമുള്ള എന്നുള്ള അർത്ഥം. ഭയങ്കര സീരിയസ് ആയിട്ടെന്നൊക്കെ ഉള്ളതല്ലേ, അതാണ് വെരി സീരിയസ്. ഗ്രിം ഫേസ് എന്നൊക്കെ പറയും. ചില ആൾക്കാരുടെ ഫേസ് കണ്ടാൽ ഗ്രിം ഫേസ്. ഗ്രിം ഫേസ് എന്ന് പറയുന്ന അർത്ഥം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മുഖം, അതിനാണ് ഗ്രിം ഫേസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗ്രിം ആയിട്ടുള്ള, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു കോട്ടയിലോട്ടൊക്കെ എന്നെ എന്തിനാണ് ഈ തള്ളി വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അവന്റെ അച്ഛൻ അവനോടൊരു കാര്യം പറയുന്നത് അടുത്തതിൽ നോക്കി, അതുകൂടി പറഞ്ഞു നിർത്താം കേട്ടോ. When we arrived at the gate, we could see the courtyard. സ്കൂളിന്റെ അടുത്തെത്തിയപ്പോ സ്കൂളിന്റെ മുറ്റം കാണാൻ പറ്റി. Vast and crammed, full of boys and girls. ആ മുറ്റം നിറയെ ബോയ്സ് ആൻഡ് ഗേൾസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ക്രാംഡ് ആവെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പീപ്പിൾ ഓർ തിങ്സ് ആണ്. ഒരുപാട് ആൾക്കാരോ അല്ലെങ്കിൽ സാധനങ്ങളോ നിറഞ്ഞിരിക്കുന്നതിനെയാണ് ക്രാംഡ് എന്ന് പറയുന്നത് കേട്ടോ. ക്രാംഡ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ക്രാംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്കൂൾ മുറ്റം ഞാൻ കണ്ടു. അപ്പൊ അച്ഛൻ പറയണ ശ്രദ്ധിച്ചോട്ടാ, ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അച്ഛൻ പറയാണ്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്. നീ തന്നെ മുന്നോട്ട് പോ, ഞാൻ വരില്ല, നീ തന്നെ മുന്നോട്ട് പോ. സെഡ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. എന്നിട്ട് അവരോട് ഒന്നിച്ചു ചേര്, അവരുമായി ഒന്നിച്ചു ചേരൂ, കുട്ടികളുമായിട്ട് കേട്ടോ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്.
നീ മുഖത്തൊരു ചിരിയൊക്കെ പിടിപ്പിച്ച് മറ്റുള്ളവർക്ക് ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് മാറൂ, എല്ലാം ചെയ്യൂ എന്ന് പറയണം, അവനോട് ചെയ്യാൻ പറയണം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്, വോണ്ട് യു. കണ്ടാ, വോണ്ട് യു കണ്ടാ, ഇത് ക്വസ്റ്റ്യൻ ടാഗിന്റെ മറ്റൊരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ടാഗ് പറയുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. നീ മുഖത്തൊരു ചിരി അണിഞ്ഞ് മറ്റുള്ളവർക്ക് നല്ല ഒരു മാതൃകയാകൂ എന്ന് പറയാണ്, അല്ലെ? അപ്പോ നിങ്ങൾക്ക് തോന്നില്ലേ അതൊരു നിർദ്ദേശമല്ലേ? ഇറ്റ്സ് എ സജഷൻ ഓർ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോറി, ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് ആൻ ഓർഡർ. ഒന്നില്ലെങ്കിൽ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ. ഇത് രണ്ടിൽ ഒന്നാണ് ഈ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഒരു ആജ്ഞാപിക്കുന്നത് പോലെ, ഒരു ഓർഡർ പോലെ, ഒരു കൽപ്പന പോലെ പറയുന്നു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. മക്കളെ, എപ്പോഴെങ്കിലും നമ്മൾ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഓർഡറോ അങ്ങനെയുള്ള എന്തെങ്കിലും കേട്ടോ നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും അപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിക്കുന്നതോ ആയിക്കോട്ടെ കേട്ടോ, എന്ത് പറഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഈ കാണുന്നത്, വോണ്ട് യു. എന്താണ്? വോണ്ട് യു കേട്ടോ. അപ്പൊ എന്ത് നിർദ്ദേശം കൊടുത്താലും എന്ത് ഉപദേശം കൊടുത്താലും അതിനുപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? വോണ്ട് യു. എപ്പോഴും അത് തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചേർക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് വോണ്ട് യു. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, വോണ്ട് യു കണ്ടോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതിയെടുക്കൂ കേട്ടോ, റൈറ്റ് ഇറ്റ് ഡൗൺ, വോണ്ട് യു കണ്ടോ. അല്ലെങ്കിൽ പറയാം കം ഹിയർ, വോണ്ട് യു എക്സ്പ്ലെയിൻ ദാറ്റ് ടു മീ, എനിക്കത് എന്താണ് വിശദീകരിച്ച് തരൂ, എക്സ്പ്ലെയിൻ ദാറ്റ് ടു മീ, വോണ്ട് യു കണ്ടോ. എന്ത് നിർദ്ദേശം ഉപദേശം കൊടുത്താലും നമുക്ക് എന്ത് പറയാം? വോണ്ട് യു എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് പറയാം. ഓക്കെ, കിട്ടൂലേ? കിട്ടൂലേ? അപ്പൊ ഞാൻ നിങ്ങളോട് അടുത്ത എക്സാമിന് ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാറ്റി കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇങ്ങനെ പറയാണ്, പ്ലീസ് കം ഇൻസൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? എന്താ പറയൂ? ഇഹ. എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? Want you. യെസ്, ഇതാണ് വേണ്ടത്. വോണ്ട് യു. ഇത്ര മതി. ഇതുപോലെ എന്ത് നിർദ്ദേശിച്ചാലും ഉപദേശിച്ചാലും ആജ്ഞാപിച്ചാലും എന്ത് പറഞ്ഞാലും ശരി, അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് പറഞ്ഞാൽ മതി? വോണ്ട് യു, വോണ്ട് യു, വോണ്ട് യു. ഉണ്ടോ? പറയാൻ പറ്റില്ല സിമ്പിൾ ആയിട്ട്. ആ, ഇനി ഞാൻ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണെങ്കിലോ, ഓക്കെ, ഒരെണ്ണം അതിനകത്ത് നോക്കട്ടെ. ഐ ഫെൽറ്റ്, ഐ വാസ് എ സ്ട്രേഞ്ചർ, ഐ വാസ് എ സ്ട്രേഞ്ചർ എന്നും പറയുന്നുണ്ട്. ഐ വാസ് എ സ്ട്രേഞ്ചർ. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പറഞ്ഞേ. ഐറിൻ. Good evening, sir. ഗുഡ് ഈവനിങ്. Was and right. യെസ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനായിട്ട് ഒന്നാമത്തെ റൂൾ എന്താണ്? നമ്മളുടെ ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബിന് എടുക്കുന്നു, നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ വാസ് ആണ്, അപ്പൊ നമ്മൾ എന്താക്കും? വാസിന്റെ എന്നാക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഐ എടുക്കുന്നു, ഐനെ എടുത്ത് നമ്മൾ ലാസ്റ്റ് കൊണ്ട് വെക്കുന്നു. ഐ വാസിന്റ് ഐ കേട്ടോ. ഐ വാസ് എ സ്ട്രേഞ്ചർ, വാസിന്റ് ഐ. ഓക്കെ, സിമ്പിൾ കാര്യം ഉണ്ടോ? ഇതുപോലത്തെ ഒരു സിമ്പിൾ സെന്റൻസ് ഞാൻ അടുത്ത ദിവസം എക്സാമിന് ഇടും. അപ്പൊ എനിക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിച്ചു തന്നെ. ഓട്ടെ, എല്ലാവരും റെഡി അല്ലേ? ആ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗ് കേട്ടോ. ഹി
ഹാസിൻഡ്, ഞാൻ വേറെ ഉണ്ടാ കുറച്ച് ട്രിക്കി ആയിട്ട് ഇടാൻ പോവാണ്. ഹി ഹാസിൻഡ് കൺവിൻസ്ഡ്. ഹി ഹാസിൻഡ് കൺവിൻസ്ഡ്. നോക്കട്ടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. ആൻഡ്രിയ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. പറയൂ. ഹാവ് ഹി അല്ല ഏ? ഹാസ് ഹി. അത് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വാസ് ആണെങ്കിൽ വാസ് ഉണ്ട്, ഇവിടെ വാസിന്റെ ആണെങ്കിൽ അപ്പുറം വാസ്. അപ്പൊ ഇവിടെ ഹാസ് ആണെങ്കിൽ ഹാസ് ഉണ്ട്, ഇവിടെ ഹാസിന്റെ ആണെങ്കിൽ അപ്പുറം ഹാസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹാസിന്റെ ആണ്, അപ്പൊ നമ്മൾ ഹാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹീനെ അവിടെ വെക്കണം. ഹാസ് ഹീ. കണ്ടോ കേട്ടോ, ആസ് സിമ്പിൾ ആസ് എ പീസ് ഓഫ് കേക്ക്. ഇത്രയുള്ള സംഭവം. ഇവിടെ നിന്ന് എടുക്കുക, അവിടെ വെക്കുക. അവിടെ വെക്കുമ്പോൾ നേരെ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആക്കണം എന്നുള്ളൂ. ഇവിടെ ഹാസിന്റെ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ആക്കി. ഇവിടെ ഹാസ് ആയിരുന്നെങ്കിലോ നമ്മൾ അപ്പുറം ഹാസിന്റെ ആക്കും കേട്ടോ. ഇതേപോലത്തെ ഒരു സംഭവം ഞാൻ തരും ചോദ്യമായിട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഏകദേശം അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ സാർ? ഓക്കെ, അപ്പോ ദേ ഒന്നും കൂടി പറയുന്നു കേട്ടോ. എന്താണ് ഒന്നുകൂടി പറയുന്നു, നമ്മൾക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ വേർഡ്സ് ആൻഡ് മീനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ നോട്ട് ചെയ്തെടുത്തില്ലേ, അതിൽ നിന്ന് പഠിച്ചോളണം കേട്ടോ. 3-4 കാര്യങ്ങൾ വേർഡ്സ് ആൻഡ് പറഞ്ഞില്ല നമ്മൾ, അതിൽ നിന്ന് എന്തായാലും പഠിച്ചോളണം കേട്ടോ. അപ്പോ വേർഡ്സ് ആൻഡ് മീനിങ്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ക്യാരക്ടർ സ്കെച്ച്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് തരേണ്ട പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സോടെയും ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവട്ടെ പഠിക്കാൻ. ലെറ്റർ, മറ്റു കാര്യങ്ങൾ, ഡയറി, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഞാൻ തരുന്ന ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച് ക്വസ്റ്റ്യൻ ടാഗിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു ആജ്ഞ, അപേക്ഷ മുതലായ കാര്യങ്ങൾ എഴുതിയിട്ട് അപ്പുറം വോണ്ട് യു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ സെന്റൻസിലെ ഏതെങ്കിലും ഹെൽപ്പിംഗ് വേർബ് എടുത്തിട്ട് അപ്പുറം ഈസ് ആണെങ്കിൽ ഈസിന്റെ, വാസ് ആണെങ്കിൽ വാസിന്റെ വെക്കുക. ഇപ്പുറമുള്ള നമ്മുടെ സബ്ജക്റ്റിന് എടുത്ത് അപ്പുറം കൊണ്ട് വെക്കാം. ഈ പരിപാടി കേട്ടോ. ഇത് രണ്ടിലൊന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ 2 ടൈപ്പും തരാം, അതും തരാം. അപ്പോ അടുത്ത ആഴ്ച നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. മാർക്ക് കുറവ് മേടിക്കരുത് കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങിച്ചോളണം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സ്റ്റോറി നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. സ്റ്റോറി ബാക്കി ഞാൻ ആ ക്യാരക്ടർ വെച്ച് പറഞ്ഞില്ലേ, അതുപോലെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ എന്തായാലും ഷുവർ ആയിട്ടും ഈ സ്റ്റോറി നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ, സ്റ്റോറി മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പൊ അത് കാണാൻ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോ ഇത്രയും നേരം നന്നായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ശ്രീനാഥ് സാർ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ടീച്ചർ നന്നായിട്ട് പറഞ്ഞു തന്നു, പിന്നെ നമ്മൾ ക്ലാസ് കുറച്ച് കാര്യങ്ങൾ എടുത്തു. അപ്പൊ അതിനകത്ത് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിച്ചു വരും. ഓക്കെ, സോ ബൈ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും കേട്ടോ. എന്തെങ്കിലും